ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഞങ്ങളെ പോലുള്ള പണ്ടുണ്ടായിരുന്ന ഗുണ്ട വിഭാഗം. ഇന്നിപ്പോ ഒരു സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഇല്ല. പണ്ടൊക്കെ ഞാൻ സിനിമയിലൊക്കെ വരുമ്പോൾ കള്ളിമുണ്ടും ടീഷർട്ടും അല്ലെങ്കിൽ ഇതാണെങ്കിൽ പിന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ പോലീസായി എല്ലാ ഗുണ്ടകളും പോലീസായി. അങ്ങനെ പോലീസ് വേഷത്തിൽ നമ്മൾ കണ്ടമാനം ഇടി കൊണ്ടിട്ടുള്ള സംഭവമുണ്ട്. ഇപ്പൊ ഞാൻ DIG ഒക്കെ ആയിട്ട് പ്രജാനാർ പടത്തിലുള്ളത് ഇടിക്ക് ഒരു കണക്കില്ല. പ്രജാന്ന് പറഞ്ഞ സിനിമ DIG ആണ് ഇയാള്. രഘുവേട്ടനും ഞാനും എനിക്ക് തോന്നുന്നു ഞങ്ങൾ അന്ന് ഈ വൈറ്റ് ഫോർട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷം താമസിച്ചിട്ടുണ്ട്. ഒരു പടം കഴിയുമ്പോൾ അടുത്ത പടത്തിൽ പേടിയുള്ള അവിടെ സത്യം ഞങ്ങൾ രണ്ടുപേരും ഒരേ റൂമിൽ തന്നെ ലാസ്റ്റ് ഹോട്ടലുകാർ പറഞ്ഞു നിങ്ങൾക്ക് എഴുതി തരേണ്ട വരുമെന്ന് പറയും ഹോട്ടല്. കാരണം പോവാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരും അങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പൊ വരുന്ന ഒരു സിനിമയിലും അങ്ങനെയുള്ള ഒരു ഗുണ്ട ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടർ. ഞങ്ങളിപ്പോ 2 ദിവസം മുമ്പ് നമ്മുടെ അമ്മയുടെ ഷോയുടെ സമയത്ത് ഞാൻ സിദ്ദിഖയുടെ അടുത്തൊരു കാര്യം പറഞ്ഞ് ചിരിക്കാതെ. കാരണം സിദ്ദിഖയും രാജൻവീർ ദേവും ഒക്കെ വലിയ ഡയലോഗ് ഇരുന്ന് പറയും ഹീറോയുടെ അടുത്ത്, നിന്നെ അങ്ങനെ ചെയ്തോളും ഇങ്ങനെ ചെയ്തോളും എന്നൊക്കെ. പുറകിലേക്കാണ് നമ്മളാണ് അനുഭവിക്കേണ്ടത്. അപ്പൊ ഡയലോഗ് കൂടിയിരുന്നോട് പറയും മതിയിട്ട് അധികം പറയണ്ടേ, ഇവര് പറഞ്ഞു പോവേ. ഇവര് ഡയലോഗ് നിന്നെ കാണിച്ചാലടാ, നിന്നെ നിങ്ങള് വെള്ളത്തിൽ മുക്കി എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ രംബു എന്നൊക്കെ വിളിച്ചാൽ പിന്നെ ബാക്കി പണി നമ്മളാ. അടി മൊത്തം നമ്മള് കൊള്ളണം. ഇവരൊക്കെ ഇങ്ങനെ ചീറ്റിയൊക്കെ വന്നിട്ട് തകർത്തിട്ട് പോകും. അപ്പൊ നമ്മള് ഡയലോഗ് കൂടുമ്പോ നമുക്ക് പേടിയാ. ദൈവമേ ഇടിയുടെ ഇന്റൻസിറ്റി കൂടുതൽ. അപ്പൊ മതി, കുറച്ച് പറഞ്ഞാൽ മതി. ഞങ്ങള് ഈ അടുത്തിടയ്ക്ക് പറഞ്ഞ് ചിരിച്ചു. ഈ രാജപേദിജാവേട്ടനെ കുറെ കഴിഞ്ഞപ്പോ മക്കളാണ് നമ്മളൊക്കെ. ഞാനൊക്കെ പുള്ളിയുടെ മകൻ, സ്ഥിരം മകൻ, ഇടികൊള്ളാൻ വേണ്ടി ഒരു മകൻ ഇങ്ങനെ ഉണ്ടാവും, ആ ദേവൻ ചേട്ടനൊക്കെ. അപ്പൊ ഇവരൊക്കെ വലിയ ഡയലോഗ് പറഞ്ഞിട്ട് പോയിട്ട് കൊള്ളണൊക്കെ നമ്മളാ. പക്ഷെ ഇപ്പോഴത്തെ സിനിമ വന്നപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റതൊക്കെ ഇപ്പൊ നമ്മുടെയൊക്കെ ഞാനൊക്കെ ഉള്ള സമയത്ത് നമ്മുടെയൊക്കെ സീനിയറായിരുന്ന കൊല്ലജിത്ത്, അബു സലീം ഒക്കെ ഉള്ളൊരു സംഭവം. പിന്നെ അതിനുശേഷം നമ്മൾ വന്നു, അങ്ങനെ വന്നു പിന്നെ ക്യാരക്ടറായി. പിന്നെ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫൈറ്റ് തന്നെ ഇല്ലല്ലോ. ഇപ്പൊ വീണ്ടും അങ്ങനെ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുറെ നാളായിട്ട് സിനിമയിൽ ഈ ഫൈറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. അപകടങ്ങളൊക്കെ ഇഷ്ടം പോലെ പറ്റുകയാണ്. പണ്ടൊക്കെ നമ്മൾ ചാടുന്നത് തന്നെ ഈ വല പിടിച്ചിട്ടല്ലേ. ഞാനൊക്കെ നെറ്റിലേക്കാ ചാടുന്നത്. നമ്മൾ 5ാം നിലയുടെ മുകളിൽ നിന്നൊക്കെ ചാടുന്നത് നെറ്റിലേക്കാ ചാടുക. ആ ചാടുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫിലിം തീർത്തിട്ടുണ്ടാവും. കാരണം ക്ലൈമാക്സ് എൻഡിലായിരിക്കും. അപ്പൊ ഫിലിം വന്നിട്ട് ഇത്ര ഉണ്ടാവുള്ളൂ. പിന്നെ ലൈറ്റ് പോയിട്ടുണ്ടാവും. പിന്നെ ചാടുന്ന സമയത്താണ് വെടിയുണ്ട ഉണ്ടാവും. അപ്പൊ എന്തെല്ലാം പരിപാടിയാണ്. വെടി കൊണ്ടിട്ട് വേണം ചാടാൻ. അപ്പൊ കഷ്ടകാലത്തിന് ഈ മാന്ത്രിക കുതിര എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോ കഷ്ടകാലത്തൊരു മഴയും ചാറി. അപ്പൊ ഫിലിം കുറവ്, വലയിൽ ചാടണം, വെടികൊണ്ട് എക്സ്പ്രഷൻ കൊടുക്കണം, മഴ ഇത്രയും സാധനത്തിന് ശശി മാസ്റ്ററാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ഫിലിമുമില്ല. അപ്പൊ സ്റ്റാർട്ട് ക്യാമറയിൽ ആക്ഷൻ സെപ്പറേറ്റ് ഇല്ല. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടിക്കൊള്ളണം. ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഫിലിം തീരും. അതൊക്കെ അന്ന് എനിക്ക് എപ്പോഴും ലാലു ലക്സേട്ടനൊക്കെ വന്നിങ്ങനെ പിടിച്ച് വെക്കാണ്, ചാടറാ ബാബു നീ ചാടറാന്നൊക്കെ പറഞ്ഞിട്ട്. ആ കാലത്ത് നിന്ന് പോയിട്ട് പിന്നെ ഇപ്പൊ കണ്ടമാനം പിന്നെ ഇപ്പൊ വളരെ ഈസിയായി. ഇപ്പൊ എല്ലാം ഈ പറഞ്ഞ റോപ്പിലല്ലേ. ഞാനിവിടെ ചാടാത്ത പാലങ്ങളൊന്നും ഇല്ല എന്നുള്ളത് സത്യം. ഏറ്റവും ലാസ്റ്റ് ചാടിയ പാലം നമ്മുടെ ഇരുമ്പനം പാലമാണോ അതോ മറ്റേ നമ്മുടെ സീപോർട്ട് റോഡിലെ മറ്റേ റെയിൽവേ ബ്രിഡ്ജിന്റെ താഴെയാണെന്നൊരു സംശയമുണ്ട്. ക്ലാരിഫൈ ചെയ്യണം. രണ്ടും ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം. ഞാൻ ഈ വെൻവൃത്തിപ്പാലത്തിന്റെ അവിടെ ഒക്കെ ചാടിയിട്ടുണ്ട്. അതിനകത്ത് ചാടിയപ്പോൾ ഒരു കഥ പറഞ്ഞു തരാം. ഞാൻ ഒരു സിനിമയ്ക്ക് വിനയൻ സാറിന്റെ പടത്തിനാണ്. അപ്പൊ ഫൈറ്റേഴ്സിന് ചാടി കഴിഞ്ഞാൽ അപ്പ പേയ്മെന്റാ, നമുക്കൊന്നും കാശില്ലല്ലോ. അപ്പോ ഫൈറ്റേഴ്സിന് ചാടി കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും അന്നത്തെ കാലത്ത്. 2005 ആ കാലഘട്ടം. അത് അപ്പ പേയ്മെന്റ് അന്ന് വൈകിട്ട്. അപ്പൊ ഞാൻ ശശി മാസ്റ്ററിനോട് ചാടാനെ സംബന്ധിച്ച മാസ്റ്റർ ഞാൻ ചാടാ, പൈസ എനിക്ക് മേടിച്ചാൽ പറഞ്ഞു. അപ്പൊ ഒരു പെണ്ണിന്റെ വേഷമാണ്. അപ്പൊ എനിക്കൊരു വിഗ്ഗൊക്കെ വെച്ച് തന്ന് ഞാൻ മോളിൽ നിർത്തി ചാടണം. ഇരുമ്പരം പാലത്തിൽ നിന്നാണ്. അങ്ങനെ ഞാൻ ചാടി പോണ്ടാണ് താഴെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വിഗ് ഒഴുകിപ്പോയി വെള്ളത്തിൽ. പൊറങ്ങി വന്നപ്പോഴേക്കും വിഗ്ഗില്ല. ഞാൻ പിടിച്ചു കയറി മുകളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്താ പറ്റാന്ന് വെച്ചാല് 7,000 വിഗ്ഗുകാരനോട് കൊണ്ടുവന്നു. ചാടിയത് വെറുതെ പോയി. കാരണം വിഗ്ഗുകാരൻ പറഞ്ഞ ഇത് അതൊന്നും പറ്റില്ല, വിഗിന്റെ കാശ് എനിക്ക് കിട്ടണം മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞത് കോംപ്രമൈസ് വെറുതെ പോയി. 3,000 രൂപ. ആക്ച്വലി ബാബുരാജേട്ടന്റെ കഥകൾ കേൾക്കാൻ ഭയങ്കര കോമഡിയാണ്. പ്രത്യേകമായിട്ട് നിങ്ങളെടുത്ത എന്ത് രസമാണ് ഇങ്ങനെ കുറെ കഥകളുണ്ടോ. പക്ഷെ ആ സ്ട്രഗിൾ അത്രയും ഫണ്ണായോണ്ട് ഇന്നത് പറഞ്ഞ് ചിരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചിരിക്കാം. 7,000 രൂപയുടെ വെഗും കളഞ്ഞ് അതുപോലെ തന്നെ ഈ ഗ്ലാസ് ബ്രേക്കിംഗ്
ഗ്ലാസ് ബ്രേക്കിംഗ് ഒക്കെ ഈ പറയുന്ന പോലെ സ്പോട്ടിൽ കാശാണ്. അപ്പൊ ഞാൻ ടാറ്റു അടിക്കാൻ തന്നെ കാരണം അതാണ്. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ വില്യംസ് ആണ് ക്യാമറമാൻ. അപ്പൊ ഒരു ആവശ്യമില്ല എനിക്ക്, വേറൊരു ഫൈറ്ററാണ് ഈ ഗ്ലാസ് ബ്രേക്കിംഗ് നടത്തേണ്ടത്. അപ്പൊ ഗ്ലാസ് ബ്രേക്കിന്റെ സംഭവം അറിയാലോ, ഈ ആർട്ട് ഡയറക്ടർക്ക് 25,000 കൊടുത്താൽ ആർട്ട് ഡയറക്ടർ അത് മറ്റേ കൊടുത്തു ലാസ്റ്റ് വന്ന് അലവലാതി ഗ്ലാസ് ആയിരിക്കും തന്നെ. 5,000 ഗ്ലാസ് ആയിരിക്കും, മര്യാദയ്ക്ക് പൊട്ടുമില്ല. 25 രൂപ പ്രൊഡ്യൂസർ കൊടുത്തിട്ടുണ്ടാവും. അന്നൊക്കെ ചെന്നൈ എന്ന് പറഞ്ഞ ഈ ഗ്ലാസ് ബ്രേക്കിംഗ് ഗ്ലാസ് ഷുവർ ഗ്ലാസ്. എന്നിട്ട് ഈ സാധനം ഞാൻ വെച്ച് ബെയർ ബോഡിയാണ് കേട്ടോ. ഞാൻ ഈ സാധനം ബ്രേക്ക് ആദ്യം ഇട്ടിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു കാരണം അതോടൊപ്പം തന്നെ അല്ല, ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ആ കൺസിസ്റ്റൻസി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പറഞ്ഞതുപോലെ ഭയങ്കര ടഫായി നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ പൊട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ പൊടിഞ്ഞു പോകും. അത് അവർ ആ മുട്ടനോടൊപ്പം തന്നെ ക്ലാക്ക് ചെയ്ത് വരുന്ന സംഭവം. ശശി മാസ്റ്റർ ഇരിക്കുകയാണ് മറ്റേ ഇതുമായിട്ട് ചുറ്റിയായിട്ട് മുട്ടാനായിട്ട്. ആദ്യം ഇട്ടിച്ചിട്ട് തിരിച്ചു, ഓ ദൈവമേ 5,000 രൂപയ്ക്ക് വേണ്ടി ചെയ്യണം. ആ രണ്ടാമത്തെ പ്രാവശ്യം ഷോൾഡറും വെച്ച് ചാടി എങ്ങനെയൊക്കെയോ പൊട്ടി. അത് ഷുവർ ഗ്ലാസ് അല്ലായിരുന്നു, ചീപ്പായിട്ടുള്ള ഗ്ലാസ്. ഫുള്ള് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഇതായി. അപ്പൊ ഇങ്ങനെ വൃത്തികേടായപ്പോ ഞാൻ ഈ ടാറ്റു അടിച്ചത്. അപ്പൊ അന്നത്തെ കഷ്ടപ്പാടൊന്നും ഇന്നത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, ഞാൻ അതുപോലെ എനിക്ക് തോന്നുന്നു റീസെന്റ് ആൾക്കാരെ ഇവിടെ നിന്ന് പറയാം പാട് അതെ, ഇത് കോളേജ് എനിക്ക് അറിയത്തില്ല, വിമൻസ് കോളേജിലായിരുന്നു. പാട് അപ്പൊ ഓക്കെ ഫൈൻ പാടാം, പെൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ പാടാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പാടിയല്ലോ. അല്ല, ആക്ച്വലി അത് ട്രിവാൻഡ്രം വിമൻസ് കോളേജിലായിരുന്നു. അമ്മ പഠിച്ച കോളേജാണ് ട്രിവാൻഡ്രം വിമൻസ് കോളേജ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പണ്ടൊരിക്കൽ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ട് അവിടെ. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും അവിടെ ഒരു പരിപാടിക്ക് പോകുന്നത്. അപ്പം ആ കോളേജിനൊരു എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു, കാരണം എൻ്റെ ഫസ്റ്റ് കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ ഒരു മൊമെന്റ് ഓഫ് ഗ്ലോറി എനിക്ക് സമ്മാനിച്ച കോളേജാണ് ആ കോളേജ്. അതപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ, ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഒരു ഇന്റർ കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട് ട്രിവാൻഡ്രത്ത്, ഹോച്ച് പോച്ച് എന്നാണ്. സോ ഹോച്ച് പോച്ച് ഒരിക്കൽ ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ നടക്കുമ്പോൾ ഞാൻ അവിടെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് പങ്കെടുക്കുകയും 48 കണ്ടസ്റ്റൻസുകളും ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. അത് വിമൻസ് കോളേജ് വെച്ചിട്ടാണ് ആ വർഷം 97-ലാണ്. അത് മാത്രമല്ല, ഇന്ദ്രന്റെ വീടിന്റെ അടുത്താണ് വിമൻസ് കോളേജ്. എന്റെ ഫ്രണ്ട് ആ വിമൻസ് കോളേജിലെ അന്ന് ഞാൻ ഫിറ്റ്നസിലൊക്കെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. രാവിലെ ഓടാൻ ഞാൻ ചിരിച്ചത് അതുകൊണ്ടല്ല, ഞാനിതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് കോളേജിലൊക്കെ പോകാൻ ഭയങ്കര ഭയമാണ്. കാരണം ഞാനൊക്കെ കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട് ആൾക്കാരെ. ഈ അന്നൊക്കെ ഈ പറയുന്ന പോലെ സിനിമാക്കാർ വന്നു കഴിഞ്ഞാല് നമ്മൾ അവരെ മാക്സിമം എങ്ങനെയെങ്കിലൊക്കെ ആക്കി വിടുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഞാൻ ലോ കോളേജ് പഠിക്കുമ്പോഴും മാരായ്സി പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഇത്. അതുകൊണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ മഹാരാജാസ്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാൻ വലിയ പാടാണ്. കിട്ടിയാൽ തന്നെ നമ്മൾ മാക്സിമം അവരെ ഉപയോഗിച്ച് വിടുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും കോളേജിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒഴിവാകും. സത്യം അതാണ്. അപ്പൊ ഞാനിവര് പറഞ്ഞപ്പോ ഇപ്പൊ അവരെങ്ങനെ മാറിയിട്ടുണ്ടാകാം പിള്ളേര്. പക്ഷെ എങ്കിലും നമുക്ക് ആ ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഈ കോളേജ് പരിപാടിയൊക്കെ വന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്ന് ഒഴിവാകാൻ ശ്രമിക്കാറുണ്ട്. കാരണം ലാലേട്ടനെ പണ്ട് ഞങ്ങള് 82-ല് മ്യൂസിക് കോളേജ് പഠിക്കുമ്പോ ലാലേട്ടനെ പണ്ട് നമ്മൾ അവിടെ വിളിച്ചിട്ട് പോയിട്ടുണ്ട്, മോഹൻലാലിനെ. അതെ, ആലുവാലൻ എന്ന് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ മോഹൻലാലിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളുണ്ട്, പോൾ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കോളേജില്. എന്നിട്ട് ഞങ്ങള് ഇപ്പഴത്തെ പോൾ എന്ന് പറഞ്ഞാൽ നമ്മള് മോഹൻലാലായിട്ടും അറിയപ്പെടുന്ന അവിടെ. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് ഇപ്പുറത്തേക്ക് പ്രസന്റ് ചെയ്ത് അങ്ങനെയൊക്കെ മാക്സിമം കുരുത്തക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട്. പക്ഷെ ഇന്നത്തെ പിള്ളേരൊക്കെ മാറി. പക്ഷെ എന്നാലും ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് ഇവര് പറഞ്ഞതിനോട് ഞാൻ പറയുന്ന കഥ, ആ ഹോച്ച് പോച്ചിന് 97-ല് ഫസ്റ്റ് കിട്ടിയായിരുന്നു ആ സമയത്ത്. സോ ആ സമയത്ത് അത് ഭയങ്കര ന്യൂസ് ആവാൻ കാരണം ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല. പക്ഷെ ക്ലാസിക്കലിന് ഫസ്റ്റ് കിട്ടിയ ആള് ലൈറ്റ് മ്യൂസിക്കിന് സെക്കൻഡ് ആവുകയും ലൈറ്റ് മ്യൂസിക്കിന് പുതിയൊരു കോntestant വന്ന് ഫസ്റ്റ് ആയി എന്നുള്ളൊരു ന്യൂസ് വന്നു. അപ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയ ആൾ പാട്ട് പഠിച്ചിട്ടില്ല എന്നൊരു മൊത്തത്തിലൊരു സംസാരവും. അപ്പോൾ ആ സമയത്ത് എനിക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അത്രയും വലിയൊരു റെക്കഗ്നീഷൻ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നൽകിയ വേദിയാണ് വിമൻസ് കോളേജ്. അപ്പം അന്ന് അവിടെ പാടിയ പാട്ടാണ് ഞാൻ ഇപ്പം അന്ന് ഞാൻ അവിടെ ഉയരെ ഉയരെയാണ് പാടിയത്. സോ നമുക്ക് തമിഴ് മലയാളം എല്ലാം പാടായിരുന്നു. സോ അന്ന് ഞാൻ തമിഴ് ഉയരെ ഉയരെ പാടിയായിരുന്നു. അപ്പൊ ആ സോങ് തന്നെയാണ് ഞാൻ വീണ്ടും വിമൻസ് കോളേജിൽ പാടിയത്. അത് പിന്നെ